Hello friends. Yes. റോഡിൽ വിളിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. ഓക്കെ, ഇല്ല. ഇപ്പം ആദ്യം ഒന്ന് സൗണ്ട് ഒന്ന് കുറച്ചിട്ടോ. ഓക്കെ, ഫൈൻ. സോ നാളെയാണ് ഞാൻ തിരിച്ച് ഡെറാഡൂണിലേക്ക് പോകുന്നത്. സോ അതിനു മുമ്പ് എനിക്കൊരു വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. നേരത്തെ ഞാൻ എൻ്റെ ന്യൂ ഇയർ വ്ളോഗിൽ ഞാൻ പറഞ്ഞു റെസൊല്യൂഷൻ എന്തൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു ബ്രീഫ് ആയിട്ട്, കാരണം എന്തൊരു ഞാൻ നാളെ മറക്കാതിരിക്കും വേണ്ടിയാണ്. അതാണ് എൻ്റെ മെയിൻ പേർപ്പസ്. അതായത് ഈ പറയുന്ന റൂൾസ് എല്ലാം എനിക്ക് ഫോളോ ചെയ്യണം. അതിന് വേണ്ടി ഒരു സേവ് ചെയ്യുന്നൊരു വീഡിയോ തന്നെ. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ച് എനിക്ക് ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സംഭവം ഞാൻ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര എല്ലാ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഭയങ്കര ആവേശമാണ്. ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും, ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും. എന്നിട്ട് ദിസ് ദാറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് റെസൊല്യൂഷന് കുറേ ഐഡിയാസൊക്കെ എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇന്ന് വരെ. ബട്ട് പാലിക്കും, എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. ബട്ട് എന്തോ കുറേയൊക്കെ റെസൊല്യൂഷൻ എഴുതി വെക്കും. അതിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു, നല്ല കുട്ടിയോ പഠിക്കുന്ന സമയത്തായിരുന്നു, അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു. ഈ നല്ല കുട്ടിയാവാനുള്ള കുറേ ഒക്കെ എഴുതി ഇനി മുതൽ പാലിക്കുമെന്നുള്ള, പക്ഷെ ഒരിക്കലും അത് സക്സസ്ഫുൾ ആയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വെച്ച് ബേസിക്കലി ഇന്നൊന്ന് റെക്കോർഡ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ തന്നെ കണ്ടെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ പോവുകയാണ്. ഈശ്വര, തണുപ്പ് ഓർത്തിട്ട് എനിക്കൊരു സ്ട്രെസ്സ്. കാരണം എന്തോ വയ്യാതാവും. ചെന്ന ഉടനെ ഇങ്ങനെ തൊണ്ടക്കേറി ആദ്യം പിടിക്കും. പിന്നെ എനിക്ക് അതാണ് എനിക്കൊരു മടി. ഇപ്പോൾ കാരണം വിൻ്റർ സീസണല്ലേ അവിടെ. ജാൻ ഭയങ്കര തണുപ്പാണ്. ഫെബും അതേപോലെയൊക്കെ തന്നെയാണ്. മാർച്ച് ആകുമ്പോൾ കുറച്ച് ഓക്കെ ആവും. ശരി, അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല. ലെറ്റ് മീ സ്റ്റാർട്ട് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സെൽഫ് ലവ്, സെൽഫ് കെയർ. ഈ സെൽഫ് ലവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കെയർ ചെയ്യുക. അത് സ്വന്തം ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുന്നൊരു ഇത്. അതായത് പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് ഈ സ്വന്തമായിട്ട് സ്നേഹിക്കുക, സ്വന്തമായിട്ട് കെയർ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെയാണ് ട്രൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഒരാൾ, എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഒരാൾ, എല്ലാ ആൾക്കാരും ഭയങ്കര സെൽഫിഷാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും സെൽഫിഷ്, നമുക്ക് വേണ്ടി എന്ന് തിങ്ക് ചെയ്തിട്ട് ഈ സെൽഫ് ലവിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സെൽഫ് ലവിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും വി ആർ ലൈക്ക് എല്ലാം ഗിവിങ് ടു അതേഴ്സ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻസ്. ബട്ട് എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിങ്ങനെ ചെയ്യില്ല. ഞാൻ എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കും, എന്നെ തന്നെ കെയർ ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഹേർട്ട് ആവുന്നു. അപ്പോൾ വൈ, എന്തിനാന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഹാപ്പിയാണോ സാഡാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കതിനുള്ള പവറുണ്ട്. ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി നമ്മളെല്ലാവരും നമ്മുടെ സന്തോഷം വേറൊരാളുടെ കൈ കൊണ്ട് വെക്കും. എന്നിട്ട് അയാൾ നമ്മളൊരു പാവയെ പോലെ കളിപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ കിടന്ന് ഹേർട്ടാവും, നമ്മൾ കിടന്ന് കരയും. അപ്പോൾ ഞാൻ ഒരിക്കലും ഇനി ഒരു നെഗറ്റീവ് എന്ന് വെച്ച് ഞാൻ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരത്തില്ല. ഞാൻ അതിനു മുമ്പേ എന്നെ പറഞ്ഞാൽ കാരണം നമുക്ക് നമ്മളെ ഹീൽ ചെയ്യിപ്പിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മുടെ കാര്യം നോക്കാനും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഈസിയാണ്. ബട്ട് ഫോർ എ ഡിഫറെൻറ്റ് പേഴ്സൺ നമുക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേറൊരാളുടെ കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക്കലി സ്വന്തം കാര്യം നോക്കി പോകുക. ഈ ലോകത്ത് എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷനുണ്ട്. ഓക്കെ, അല്ലാതെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യണം. എന്ത് പ്രോബ്ലമാണ് ലൈഫിൽ ഫേസ് ചെയ്യുക, അല്ലാതെ എസ്കേപ്പ് ചെയ്യാൻ നോക്കില്ല. ബിക്കോസ് എസ്കേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു എന്താ പറയണ്ടേ, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. നമ്മൾ ഒളിച്ചോടുന്നത് ഒരിക്കലും പ്രോബ്ലത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ഫേസ് ഇറ്റ്. നൗ എൻ്റെ രണ്ടാമത്തെ റെസൊല്യൂഷൻ വെച്ചാൽ ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് റൂഡി ആൻഡ് മീ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ഇത് എല്ലാ വർഷവും ഞാൻ എടുക്കുന്നൊരു റെസൊല്യൂഷനാണ്. അതായത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഇതിൽ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിരിക്കും, എന്നിട്ട് എല്ലാം ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേറ്റർ ഐ വിൽ ബി ലൈക്ക് ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഏത് വർഷത്തിൻ്റെ തുടക്കം കണ്ടാലും
ഇറ്റ്സ് ലൈക്ക് ഫോർ ദ ഫസ്റ്റ് 3 months ഐ വിൽ ബി ലൈക്ക് വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കും ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗെയിൻ again. ആൻഡ് ഫോർ മീ ഡെഫിനറ്റ്ലി എക്സസൈസും അതേപോലെ ഡയറ്റ് ഫുഡും കഴിക്കണം. ഡയറ്റ് ഫുഡ് പട്ടി എടുക്കാനെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ലൈക്ക് പോർഷൻ കൺട്രോൾ. അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു ചാർട്ട് കണ്ടോ, അതുപോലെ ഒരു സെക്ഷനിൽ പ്രോട്ടീന്, ഒരു സെക്ഷനിൽ കാർബ്സ്, ഒരു സെക്ഷനിൽ ഫ്രൂട്ട്, വെജിറ്റബിൾ, ഇങ്ങനെ ഒരു പോർഷൻ കൺട്രോളിൽ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നടക്കുമെന്നോ എനിക്കറിയില്ല, ചെയ്യണേ. ഓക്കെ സോ നെക്സ്റ്റ് വൺ, റെസൊല്യൂഷൻ നമ്പർ 3, അതായത് ഫോറിൻ ടൂർ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭയങ്കര വലിയൊരാഗ്രഹമാണ്. കുഞ്ഞിലോട്ട് ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ മലയാളീസ് ആകുമ്പോഴത്തേക്കും നമ്മൾ എബ്രോഡ് പോകും എന്നൊക്കെ ഉള്ളൊരു കാര്യം, വി വിൽ ഡെഫിനറ്റ്ലി ഗോ ടു എബ്രോഡ്. ആ ഒരു ടാഗ് ഡെഫിനറ്റ്ലി നമ്മുടെ ഇതിൽ ഉണ്ട്. ബട്ട് ഐ കുഡൻ ഗോ. എനിക്ക് പോകാൻ പറ്റിയില്ല, ചാൻസ് കിട്ടിയില്ല. എനിക്ക് എബ്രോഡിൽ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇപ്പം ഇരിക്കുന്ന ഞാനാകുമെന്ന് ഒരിക്കലും ഒന്നും വിചാരിച്ചില്ല. മൈ പ്ലാൻ വാസ് ടു ഗോ എബ്രോഡ്. അവിടെ ജീവിക്കണമെന്നുള്ളൊരു എല്ലാ മലയാളീസിനെയും പോലെ, എല്ലാ മലയാളി പെൺകുട്ടികളെയും പോലെ അതായിരുന്നു എൻ്റെ ആഗ്രഹം. അമേരിക്കയായിരുന്നു അന്ന് ഏറ്റവും മൈ ഫേവറേറ്റ് പ്ലേസ്. അമേരിക്കയിൽ പോയി സെറ്റിൽ ആവണം. സോ ദാറ്റ് വാസ് മൈ ആഗ്രഹം. ആൻഡ് പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ഇവിടെ ജോബ് കിട്ടി. സോ ആൻഡ് ഫൈനലി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. സോ എനിവേ, ബട്ട് എനിക്കെല്ലാം റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. സോ വാട്ട് ഐ വാണ്ട് ടു സേ, ഫോറിൻ ടൂർ. എനിക്ക് ഫോറിൻ ടൂർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അതായത് ഏതെങ്കിലും നല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരുപാട് കൺട്രീസിൽ പോകണം, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വെച്ചിട്ടുള്ള ഒരുപാട് കൺട്രീസ്. അപ്പം അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർ 2026 ഞാൻ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഡെഫിനറ്റ്ലി പോകും. അപ്പോൾ അതിന് എനിക്ക് പാസ്പോർട്ടില്ല. സോ ഹാവ് ടു ടേക്ക് എ പാസ്പോർട്ട് ഫസ്റ്റ്. ഞാൻ ഇത്രയും കാലമായിട്ട് ഐ ഡോണ്ട് നോ വൈ ഞാൻ പാസ്പോർട്ടിനെ കുറിച്ച് ഐ ഡിഡ്ന്റ് ഈവൻ തിങ്ക്. മുംബൈയിൽ വെച്ച് എടുക്കാൻ ശ്രമിച്ചു, ബട്ട് അറ്റ് ദാറ്റ് ടൈം ഐ വാസ് നോട്ട് ഹാവിങ് ദറ്റ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്. അപ്പം കാരണം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതെല്ലാം ഇറ്റ്സ് ഇൻ ഹിയർ, കേരളയിലായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ ഉണ്ട്, നൗ ഐ എം ഹാവിങ്. സോ ഐ വിൽ അപ്ലൈ ഫോർ എ പാസ്പോർട്ട്. അങ്ങനെ എനിക്ക് പാസ്പോർട്ട് കിട്ടണം, ഭഗവാനെ രക്ഷിക്കണേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് പിന്നെ സോളോ ട്രാവൽ ചെയ്യണം, പറ്റുമെങ്കിൽ സോളോ ട്രാവൽ ചെയ്യണം. ദെൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. സോ നെക്സ്റ്റ് എൻ്റെ 4th റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഗെറ്റ് റെഡി ആൻഡ് വേക്ക്. ഞാൻ ആക്ച്വലി എനിക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ഭയങ്കര മടി പിടിച്ച് കിടക്കും. അതായത് ലൈക്ക് സമ്മർ സീസണാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കും കേട്ടോ. എനിക്കിങ്ങനെ മടിയൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ 4:30, 4:30, 5 ഒക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. പക്ഷേ വിൻ്റർ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയാണ്. ഈ തണുപ്പ് കാരണം നമുക്ക് പുതച്ച് മൂടി കിടക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ ലേറ്റായിട്ട് എണീക്കും. അപ്പോൾ അത്രയും ഡിലേ ആവുകയാണ് നമ്മുടെ. അപ്പം ഞാൻ ടൈമിൽ എണീക്കും. പിന്നെ ഇൻ കേസ് ഞാൻ രാവിലെ എണീക്കും. ഇൻ കേസ് ഞാൻ ഇപ്പോൾ സപ്പോസ് എനിക്ക് ജോലിക്ക് പോകണ്ടാത്ത ദിവസമാണെങ്കിൽ സ്റ്റിൽ ഞാൻ മോർണിംഗ് എണീറ്റ്, ചില ആൾക്കാർ നിങ്ങൾ കണ്ടില്ലേ രാവിലെ എണീറ്റ് എന്താ പറയണ്ടേ, ഭയങ്കര കുളിച്ച് ഫ്രഷായി ഫേസ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ. അപ്പം ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്ത് മുടിയെല്ലാം കോംബ് ചെയ്തൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുമ്പോഴല്ലോ അതൊരു ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക നമ്മുടെ ഉള്ളിൽ. ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ എൻ്റെ ഫോൺ സ്ക്രീൻ ടൈം, റൂഡിയുടെ ഫോൺ സ്ക്രീൻ ടൈം. എനിക്കും ശരിക്കും പറഞ്ഞാൽ മൈ സൺ 9 years ഉള്ളൂ, ബട്ട് സ്വന്തമായിട്ട് ഹീസ് ലൈക്ക് ടു മച്ച് ഓൺ ഫോൺ. അപ്പം അത് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, കുറയ്ക്കണം. ശരിക്കും ആക്ച്വലി പിള്ളേർക്ക് ഫോണേ കൊടുക്കാൻ പറ്റില്ല, ബട്ട് ചിലപ്പോഴൊക്കെ സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ പക്ഷേ സ്ക്രീൻ ടൈം, പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് അവന് പ്രശ്നമില്ല, ബിക്കോസ് സ്കൂൾ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഉണ്ട്. ബട്ട് പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ പഠിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോൺ കുറച്ച് കൂടുതൽ. അപ്പം അത് കുറയ്ക്കണം, ബിക്കോസ് കുറച്ചേ പറ്റും. അറ്റ്ലീസ്റ്റ് TV ഇറ്റ്സ് ഓക്കെ, ബട്ട് ഫോൺ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ടു മച്ച്. ഇവിടെ വന്ന ശേഷം പിന്നെ ഫോണിൽ ഇരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ പിന്നെ ഇതിൽ നെക്സ്റ്റ് റെസൊല്യൂഷനാണ് മെൻ്റൽ പീസ്. മെൻ്റൽ പീസിന് വേണ്ടി വയ്ക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷവും ദുഃഖവും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അയാൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഹാപ്പിയാണോ
സാഡ് ആണോ എന്നുള്ളത്. അപ്പം അയാൾ വിചാരിച്ചാൽ നമ്മളെ ഹാപ്പി ആക്കാനും സാഡ് ആക്കാനും പറ്റും. അപ്പോൾ എന്തിനാ അങ്ങനെ വല്ലവരുടെയും കയ്യിൽ കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കുക. നമ്മൾ സന്തോഷവും നമ്മുടെ ഇതൊക്കെ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കാനുള്ള റൈറ്റ് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ പണ്ടത്തെ ലേഡീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജനറേഷനുണ്ട് ആൾക്കാർ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലപോലെ ഉണ്ട്. അതിനും എൻ്റെ കുറേ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കും. ഞാൻ ആക്ച്വലി ഒരിക്കലും ലൈഫിൽ ആരെയും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കാത്തവരല്ല കേട്ടോ. മേ ബി പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും കുറേ, പക്ഷേ ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം അറ്റ്ലീസ്റ്റ് ഇത്ര മെച്ചുവറായി, ഇത്ര ഏജൊക്കെ ആയില്ലേ, അപ്പോൾ കുറേയൊക്കെ ലോകമൊക്കെ കണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഡെഫിനറ്റ്ലി ആരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കാറില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇമ്പ്രസ് ചെയ്യുമ്പം വി ആർ ട്രൈങ് ടു ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പം അപ്പോൾ അയാൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ആ ഡിഫറെൻറ്റ് പേഴ്സൺ ആകുമ്പോഴാണ്. നമുക്കത് അധികം നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഗെയിൻ ബാക്ക് ആകുമ്പോഴത്തേക്കും ദെൻ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മളെ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നെവർ എവർ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. ആ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അതവർ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അവർ നമ്മളെ യൂസ് ചെയ്യും. സോ നെവർ ഡു ദാറ്റ്. അങ്ങനെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി. ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി ഇത് ആക്ച്വലി ഉണ്ടല്ലോ ശരിക്കും കുറേ നാൾ കൊണ്ടേ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇതുവരെ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സമയമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ പ്രയോറിറ്റി കാര്യം ചെയ്യാൻ സമയം കാണും. അപ്പോൾ അവരതനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പം അതുകൊണ്ട് എന്താ പറയണ്ടേ, അതുകൊണ്ട് ആരും സമയമില്ല എന്ന് പറയുവാണെങ്കിൽ അത് വളരെ തെറ്റായൊരു കാര്യമാണ്. ബിക്കോസ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുമെങ്കിൽ ഡെഫിനറ്റ്ലി അവരതിന് ടൈം കണ്ടെത്തും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറിയുടെ സ്റ്റോറി എനിക്ക് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഈവനിങ് ടൈം ഞാൻ എത്രയോ ടൈം ഈ ഫോൺ നോക്കി വേസ്റ്റ് ആക്കുന്നുണ്ട്. റീൽസൊക്കെ നോക്കി യൂട്യൂബൊക്കെ നോക്കി വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതിയാൽ എൻ്റെ ലൈഫ് മെച്ചമാവും. സോ ഐ ഹാവ് ടു ഡു ദാറ്റ്. നമുക്ക് നമ്മുടെ അടുത്ത റെസൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ അല്ലേ മൈ റെസൊല്യൂഷൻ, നെക്സ്റ്റ് റെസൊല്യൂഷൻ, ഡു തിങ്സ് വിച്ച് ഐ ആം അഫ്രേഡ് ഓഫ്. ഓക്കെ, നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് കാരണം പേടി എന്ന് പറയുന്ന സാധനമല്ലോ, ഇത് എപ്പോഴും ഫസ്റ്റ് ടൈം ആദ്യം നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ പേടി കാണും. അത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പേടിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് മാറും. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പേടിയുണ്ട്. ലൈക്ക് എക്സാമ്പിൾ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പണ്ട് പേടിയായിരുന്നു. പക്ഷേ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടുണ്ട്. ദെൻ ഈ രാത്രിയൊക്കെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായ കാര്യമാണ്. അപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ലേഡീസിന് അറിയില്ല എങ്ങനെയാണ് രാത്രിയൊക്കെ സേഫ് ആണോ എന്നൊക്കെ ഉള്ളൊരു അതെനിക്ക് ഭയങ്കര ഒരു ടക്ക് വെക്കുന്നൊരു എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചമൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങുക, വൈകുന്നേരം വീട്ടിൻ്റെ അകത്ത് കയറുന്നൊരു ഇത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇതിലൊക്കെ പോകാതെ അടുത്തത് എനിക്കറിയത്തില്ല അത് റെസൊല്യൂഷനാണോ അല്ലേന്ന്. അതായത് എൻ്റെ ഈ കൂന്തൽ എൻ്റെ ഈ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഞാൻ എന്താ കൊണ്ട് കട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ വെച്ചാൽ എനിക്ക് ലോങ് ഹെയർ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, നമ്മുടെ മുടിയൊക്കെ മുറിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആവും. അപ്പോൾ അതൊരു ചേഞ്ചിന് വേണ്ടി എനിക്കൊരു ചേഞ്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെ പോലെ അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഇത്രയൊക്കെ അവളെ പോലെ. പക്ഷേ എൻ്റെ ഈ ചകിരി പോലത്തെ മുടി ആയതുകൊണ്ട് ഒരു സ്ട്രെസ്സ്, മുടി കട്ട് ചെയ്തതിന് കൊള്ളാവുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊരു റെസ്റ്റോറൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നോക്കട്ടെ, ഇങ്ങനെ ഫുള്ള് ഇവിടം വരെ കട്ട് ചെയ്യില്ലെങ്കിലും കുറച്ച് ഞാൻ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ,
നെക്സ്റ്റ് പാസ്പോർട്ട് എടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് ഞാൻ ഭയങ്കര മടിച്ച് എടുത്തിരുന്നില്ല. ബട്ട് ഇനി ഞാൻ എടുക്കും. അത് ഞാൻ എടുത്തിട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഇടാം കേട്ടോ, ഫോട്ടോ ഒക്കെ ഇടാവേ. ഇനി നെക്സ്റ്റ് വൺ, അത് ഞാൻ പറഞ്ഞല്ലേ, ആരെയും നമ്മുടെ ലൈഫ് ഒരിക്കലും വേറെ ആളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ജീവിക്കല്ല എന്നുള്ളതൊക്കെ. എന്താ റിപ്പീറ്റ് അടിക്കുവാണോ ഞാൻ? ഓക്കെ. ഇനി ഒരു ലാസ്റ്റ് അവസാനത്തെ കേട്ടോ, ഇനി വേറെ ഒന്നുമില്ല. അതായത് മറന്നുപോയി, സോറി. ഇഫ് അതായത് ഇപ്പോൾ ഒരാൾക്ക് സമ്മൺ ഡസൻ ലൈക്ക് യു, ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളോട് കംഫർട്ടബിൾ അല്ല, ദെൻ ഇറ്റ്സ് ഓക്കെ. ഇപ്പം പല ആൾക്കാരും ഉണ്ട്, ഇപ്പം കുറേ പേരുണ്ട്, ഇപ്പം എന്താ പറയണ്ടേ, ഇഷ്ടമല്ല, ഐ മീൻ ചിലപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ എന്നോട് വരുന്ന ഇഷ്ടമല്ലായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് ഇപ്പം എന്നെ അവരിഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്ക് അല്ല. സോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്തൊരു സ്ഥലത്ത് ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് മീ, ദെൻ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എന്നോട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ടു മീ, ദെൻ ഇറ്റ്സ് ഓക്കെ. അപ്പം സോ ദാറ്റ്സ് ഫൈൻ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നെയ്തർ യു ഷുഡൻറ്റ് ബോദർ ഓർ മീ. ഓക്കെ. ശ്വാസം മുട്ടൽ പോലെ. അയ്യോ, ഇതാരും ദേഷ്യപ്പെടുത്താനൊന്നുമല്ല, ബട്ട് ദിസ് ഇസ് ഫാക്ട്. നമ്മുടെ ലൈഫിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് മാറേണ്ട ആവശ്യമില്ലല്ലോ. സോ ബി വാട്ട് യു ആർ. ശരി, അപ്പോൾ ഐ ഗെസ് ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഐ ഹോപ്പ് ഈ വ്ലോഗ് ഐ ഹോപ്പ് ഈ പറഞ്ഞ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാം ഞാൻ ഫുൾഫിൽ ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതേ ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അടുത്ത വർഷം 2027 എനിക്ക് പറ്റുമോ, ഐ മീൻ ഞാനെല്ലാം പാലിക്കുമോ, ഫുൾഫിൽ ചെയ്തോ എന്ന് നമുക്ക് അപ്പം അറിയാം. ടിൽ ദെൻ അല്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ, ലെറ്റ്സ് എൻജോയ് ദിസ് ന്യൂ ഇയർ. അടിച്ച് പൊളിക്കുക, തകർക്കുക, ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്യുക, ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കുക. ഓക്കെ, ബൈ.